Hi, welcome to Dakshina Learning's Daily News Desk. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Researchers in Kerala tap Red Eve plant to develop innovative wound healing pad. Second, a health check for the new GST healthcare reforms. Third, can vulture help prevent pandemics? Fourth, government contemplates raising civil border guard along China border. Fifth, working to blend isobutanol with diesel after ethanol blending failed. നമുക്ക് ഓരോ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ന്യൂസ് നോക്കാം. റിസർച്ചേഴ്സ് ഇൻ കേരള ടാപ്പ് റെഡ് ഐവി പ്ലാൻ ടു ഡെവലപ്പ് ഇന്നോവേറ്റീവ് വൂണ്ട് ഹീലിംഗ് പാഡ്. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാല് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് തിരുവനന്തപുരം. ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് റീസെന്റ് ആയിട്ട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു മൾട്ടി ഫങ്ഷനിങ് വൂണ്ട് ഹീലിംഗ് പാഡ് ഡെവലപ്പ് ചെയ്ത്, അതായത് ട്രഡീഷണൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള റെഡ് ഐവി പ്ലാന്റ് ഉപയോഗിച്ച് വൂണ്ട് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്നോവേറ്റീവ് ഐഡിയ. അതിനെ പറ്റിയിട്ടാണ് ഈ ന്യൂസിൽ പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കീ ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ ന്യൂ ബയോ ആക്റ്റീവ് മോളിക്യൂൾ ഐഡന്റിഫൈഡ്, അതായത് ആക്ടോസൈഡ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അത് വെച്ചിട്ടാണ് ഈ മെഡിസിനൽ പാഡ് നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ആക്ടോസൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫാർമക്കോളജിക്കൽ ആൻഡ് തെറാപ്യൂട്ടിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഈ ആക്ടോസൈഡ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ ഒരു പാഡ് എങ്ങനെ ഡിസൈൻ ചെയ്തത് എന്ന് വെച്ചാൽ ഇലക്ട്രോസാം നാനോ ഫൈബേഴ്സ് വെച്ചിട്ടാണ് ഇത് മെയ്ഡ് ചെയ്തത്. ഇത് ഭയങ്കര തിന്നാണ്, പോറസ് ആണ്, ബയോഡിഗ്രേഡബിൾ ആണ് ഈ ഒരു പാഡ്. ഇതിനകത്ത് എന്തൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്? ആക്ടോസൈഡ് ആണ്. ആക്ടോസൈഡ് എന്ന് പറയുന്നത് എന്താണ്, വൂണ്ട് ഹീലിംഗ് എൻഹാൻസ് ചെയ്യുന്നതാണ്. നിയോമൈസിൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതാണ്. അതുപോലെ FDA അപ്രൂവ്ഡ് ബയോഡിഗ്രേഡബിൾ ആണ്, നോൺ ടോക്സിക് പോളിമേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 3 പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഇത് പാഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഈ പോറസ് സ്ട്രക്ചർ അലോസ് ഗ്യാസ് എക്സ്ചേഞ്ച്, അതായത് വൂണ്ട് വളരെയധികം പെട്ടെന്ന് ഹീൽ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചാൽ ഇത് എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? വാല്യൂ അഡീഷൻ ടു ട്രഡീഷണൽ നോളജ്. അതുപോലെ യൂസിങ് മോഡേൺ നാനോ ടെക്നോളജി. മോഡേൺ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ട്രഡീഷണൽ വാല്യൂസിനെ എൻഹാൻസ് ചെയ്യാണ് ഇവിടെ. അതുപോലെ സപ്പോർട്ട് മേക്ക് ഇൻ ഇന്ത്യ and Atmanirbhar Bharat by developing indigenous biomedical innovation, potential application in healthcare and pharmaceutical industries. ഈ ന്യൂസിന്റെ UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3 GS പേപ്പർ 2 GS പേപ്പർ 1 വരുന്നത്. GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജി, അതിൽ നാനോ ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. GS പേപ്പർ 2 വരുമ്പോൾ ഹെൽത്ത് ഡെവലപ്മെന്റ്, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. GS പേപ്പർ 1 ട്രഡീഷണൽ മെഡിസിനൽ നോളജ് ഒക്കെയാണ്. അപ്പൊ ഈ പോർഷൻസ് ഒക്കെ നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഹെൽത്ത് ചെക്ക് ഫോർ ദ ന്യൂ GST ഹെൽത്ത് കെയർ റിഫോംസ്. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഒരു പുതിയ റിഫോം, അതായത് GST 2.0 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു GST ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്, അതായത് എല്ലാവർക്കും ഹെൽത്ത് കവറേജ് ആക്സസ് ചെയ്യാൻ പറ്റണം. ഈ ഒരു ലക്ഷ്യം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു GST 2.0 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതെന്താണ്, അതായത് നമ്മുടെ ഈ ഒരു ഹെൽത്ത് കവറേജ് വഴി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും എല്ലാവർക്കും ആക്സസിബിലിറ്റി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ 3ാമത്തെ ഗോൾ തന്നെയാണ് ഈ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മളിവിടെ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ന്യൂസിന്റെ കീ പ്രൊവിഷൻസ് എന്താണെന്ന് നോക്കാം. ഇൻഷുറൻസ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ GST ഫുള്ളി റിമൂവ്ഡ്, അതായത് ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൽ GST ഫുള്ളി റിമൂവ് ചെയ്തേക്കാണ്. അതുപോലെ റീ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ എക്സെപ്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇൻഷുറൻസ് ചെയിനിൽ ഈ ഒരു എക്സെപ്ഷൻ കിട്ടിയത് വഴി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ 2 കാര്യങ്ങൾ, അതായത് GST റിമൂവ് ചെയ്യുന്നതും റീ ഇൻഷുറൻസിന്റെ എക്സെപ്ഷൻ ഒക്കെ കാരണം നമുക്ക് 18% ചീപ്പർ ആകാനായിട്ട് പറ്റും. അത് എന്തിന് നല്ലതാണ്, നമ്മുടെ ഒരു വൈഡർ കവറേജ് എൻകറേജ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പം നമ്മുടെ കറന്റ്ലി നോക്കുകയാണെങ്കിൽ 3.7% ആണ് GDP-യിൽ. ഗ്ലോബൽ ആവറേജ് നോക്കുകയാണെങ്കിൽ 6.8% ആണ്. അപ്പൊ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു ഗ്ലോബൽ ആവറേജിലേക്ക് എത്താനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ ഒരു റിസ്ക് എന്താന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ GST കുറയ്ക്കുകയും അതുപോലെ തന്നെ ഈ എക്സെപ്ഷൻസ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ, അതായത് കൃത്യമായിട്ട് എത്തേണ്ടവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ എല്ലാവർക്കും എത്തുന്നുണ്ടെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ. അതൊരു റിസ്ക് ആണ്. ഇനി ഹോസ്പിറ്റൽ ആൻഡ് ട്രീറ്റ്മെന്റ് സർവീസ് നോക്കുകയാണെങ്കിൽ
ഹോസ്പിറ്റൽ റൂം റെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരു കോർ മെഡിക്കൽ സർവീസ് നോക്കുകയാണെങ്കിൽ നിലവിൽ എന്താണ് GST എക്സംഷൻ അതിൽ നിലവിലുണ്ട്. അതുപോലെ എന്താണ് എൻഷുർസ് ട്രീറ്റ്മെന്റ് റിമെയിൻസ് അൺടാക്സ്ഡ്. ഓക്കെ, ഇതിൽ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഡയഗ്നോസ്റ്റിക് നോക്കുകയാണെങ്കിൽ എന്താണ് GST ഓൺ മോസ്റ്റ് മെഡിസിൻസ് എന്താണ് 5% കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈഫ് സേവിംഗ് ഡ്രഗ്സിനൊക്കെ എന്താണ് 0% ആണ് വരുന്നത്. മെഡിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ ഈ ഡയഗ്നോസ്റ്റിക് ഐറ്റംസിനൊക്കെ എന്താണ് 5% സ്ലാബിലോട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ CT സ്കാൻ മെഷീൻ ഒക്കെ ഉണ്ടല്ലോ, അത് 18% അതിപ്പോ എത്രയിലോട്ട് പോയിട്ടുണ്ട് 5% ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പ്രിവെന്റീവ് ആൻഡ് വെൽനസ് സർവീസ് നോക്കുകയാണെങ്കിൽ ഈ ജിമ്മ്, ഫിറ്റ്നസ് സെന്റേഴ്സ്, യോഗ സെന്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ 18% എന്നുള്ളതെന്ന് എന്താണ് 5% GST കുറച്ചിട്ടുണ്ട്. അതുപോലെ പക്ഷെ ഈ സിഗരറ്റ് ഐറ്റംസ് പോലുള്ളതൊക്കെ ഉണ്ടല്ലോ, അതിന് 52% ആയിരുന്നു നേരത്തെ, ഇപ്പൊ എത്രയാണ് 88% ആക്കിയിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ എന്താണ് അതും എന്താണ് 40% ആയിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് സിൻ ഗുഡ്സ് ആ ഒരു സ്ലാബിൽ വരുന്നതാണ്. ഇനി ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഷാംപൂ, സോപ്പ്, അങ്ങനെ കാര്യങ്ങളൊക്കെ, അപ്പൊ അതെന്താണ് 12 to 18% ആയിരുന്നു, അതും എന്താണ് 5% കുറച്ചിട്ടുണ്ട്. ഈ ന്യൂസിന്റെ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ മേക്സ് ഇൻഷുറൻസ് ആൻഡ് ഹെൽത്ത് കെയർ മോർ അഫോർഡബിൾ, പ്രൊമോട്ട്സ് പ്രിവെന്റീവ് ഹെൽത്ത് ആൻഡ് വെൽനസ്, സിംപ്ലിഫൈസ് കംപ്ലൈന്റ്സ് ഫോർ ഹോസ്പിറ്റൽസ്, ലാബ്സ്, ഫാർമ ആൻഡ് ഡിവൈസ് മാനുഫാക്ചേഴ്സ്, കോൺട്രിബ്യൂട്ട് ടു വികസിത് ഭാരത് 2047 വിഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ന്യൂസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3ലും GS പേപ്പർ 2ലും ആണ് വരുന്നത്. ഇതൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ക്യാൻ വൾച്ചേഴ്സ് ഹെൽപ്പ് പ്രിവെന്റ് പാൻഡമിക്സ്? ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ 1990 മുതൽ 95% വൾച്ചേഴ്സിന്റെ പോപ്പുലേഷൻ ആണ് കുറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഇപ്പൊ വൾച്ചേഴ്സ് എങ്ങനെയാണ് ഈ ജീവികളൊക്കെ മരിച്ചു വീഴുന്നതൊക്കെ എന്താണ് അതിനെ ഭക്ഷിക്കുക, ഇതാണല്ലോ വൾച്ചേഴ്സ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ന്യൂസിന്റെ റിലവൻസ് എന്ന് വെച്ചാൽ ഡൈക്ലോഫിനാക് എന്ന് പറയുന്ന ഒരു വെറ്റിനറി ഡ്രഗ് ആണ്. ഇത് നമ്മളിപ്പോ എന്താണ് നമ്മളുടെ മൃഗങ്ങളിലൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലും ഈ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്താണ് അവരുടെ അസുഖങ്ങൾക്ക് അനുസരിച്ച് ഇതൊക്കെ യൂസ് ചെയ്യുമല്ലോ. ഇവര് മരിക്കുന്ന സമയത്ത് എന്താണ് വൾച്ചേഴ്സ് ഇതിനെ ഭക്ഷിക്കും. ഈ ഭക്ഷിക്കുന്നത് വഴി ഹൈലി അസിഡിക് ആയിട്ടുള്ള സ്റ്റൊമക് ആണ് വൾച്ചേഴ്സിനുള്ളത്. അപ്പൊ എന്താണ് ഇവരിത് ഭക്ഷിക്കുന്നത് വഴി ഇവർക്ക് അത് അഫക്റ്റ് ആവുകയും ഇവർ മരിച്ചു വീഴുകയും ചെയ്യും. ഇതൊരു എക്കോളജിക്കൽ ക്രൈസിസ് ആണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു സൂനോട്ടിക് സ്പില്ലോവേഴ്സ് ആൻഡ് ഫ്യൂച്ചർ പാൻഡമിക്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇവര് മരിച്ചു, അതായത് ഈ ജീവികളൊക്കെ മരിച്ചു വീഴുന്നു, വൾച്ചേഴ്സിന്റെ എന്താണ് പോപ്പുലേഷൻ കുറഞ്ഞു, അവരിവരെ കഴിക്കാതെയായി. അപ്പൊ എന്താണ് ഇപ്പൊ പട്ടി, പൂച്ചയൊക്കെ എന്താണ് ഇതിനെ വന്ന് ഭക്ഷിക്കുമെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ ഒരു അസുഖം സ്പ്രെഡ് ആവും. എന്നാൽ വൾച്ചേഴ്സ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് ഈ ഒരു സ്പ്രെഡ് ഇല്ലായിരുന്നു. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് വൾച്ചേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത്, അതായത് എന്താ എഫിഷ്യന്റ് സ്കാവഞ്ചേഴ്സ് ആണ്. അതായത് എന്താണ് ഈ പറഞ്ഞ പോലെ ഡെഡ് ആയിട്ടുള്ള അനിമൽസിനെയൊക്കെ എന്താണ് അവർ കഴിക്കുന്നത് നമുക്ക് എന്താണ് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ എന്താണ് പാൻഡമിക് ബാരിയേഴ്സ് ആണ്. അതായത് ഈ ഒരു പാൻഡമിക്കിലോട്ട് പോകാതെ അവരതിനെ തടയിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ സർവൈലൻസ് റോള് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പാൻഡമിക് ആകാതെ അവര് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ എന്താണ് വൾച്ചേഴ്സ് ക്യാൻ ആക്ട് ആസ് സെന്റിനൽസ് ഫോർ ഇയർലി ഡിറ്റൻഷൻ ഓഫ് ഡിസീസസ്. സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ നോക്കുകയാണ്, അതെന്ന് പറയുന്നത് എന്താണ് എ റീജിയണൽ ഹെൽത്ത് ബയോഡൈവേഴ്സിറ്റി കോറിഡോർ. അതായത് ഇപ്പൊ ഇന്ത്യൻ വൾച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേയിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ വൾച്ചേഴ്സ് ഒക്കെ. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഹോട്ട്സ്പോട്ട് ആയിട്ടുള്ള സ്പില്ലോവർ ഹോട്ട്സ്പോട്ട് ആയിട്ടതൊക്കെ എന്താണ് ബാരിയർ ആയിട്ട് നിന്ന് ആക്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. ചലഞ്ചസ് ഇൻ കൺസർവേഷൻ നോക്കുകയാണെങ്കിൽ എന്താ പ്രോഗ്രാംസ് എന്താ അണ്ടർ ഫണ്ടഡ് ആണ്, അതുപോലെ ഫ്രാഗ്മെന്റഡ് ആണ് പ്രോഗ്രാംസ് ഒക്കെ, അതുപോലെ ലാക്ക് ഓഫ് ഇന്റഗ്രേഷൻ ആണ് വിത്ത് വൺ ഹെൽത്ത് സ്ട്രാറ്റജീസ്, ത്രെഡ്സ് ഫ്രം ഇലക്ട്രോക്യൂഷൻ, അതുപോലെ എന്താണ് ടോക്സിക് വെറ്റിനറി ഡ്രഗ്സ് സ്റ്റിൽ പെർസിസ്റ്റ്, കമ്മ്യൂണിറ്റീസ് ലിവിംഗ് വിത്ത് വൾച്ചേഴ്സ് റിമൈനിങ് അണ്ടർ യൂട്ടിലൈസ്ഡ് ഇൻ കൺസർവേഷൻ എഫേർട്സ്. അപ്പൊ നമുക്ക് ഒരു വേ ഫോർവേഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് സാറ്റലൈറ്റ് ടെലിമെട്രി നോക്കുകയാണെങ്കിൽ എന്താണ് മാപ്പ് ഹാബിറ്റ്, ഡംസ്, സ്പിൽ ഓവർ ഹോട്ട്സ്പോട്ട് ഒക്കെ നോക്കാം. അതുപോലെ എന്താണ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം നോക്കുകയാണെങ്കിൽ DSS നോക്കുകയാണെങ്കിൽ എന്താണ് ഇന്റഗ്രേറ്റ് വൈൽഡ് ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് ഡേറ്റ ഫോർ റിയൽ ടൈം റിസ്ക് അനാലിസിസ്. വൺ ഹെൽത്ത് കോർഡിനേഷൻ നോക്കുകയാണെങ്കിൽ ലിങ്ക് എൻവയോൺമെന്റ്, വെറ്റിനറി ആൻഡ് പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്. ട്രാൻസ്ബൗണ്ടറി കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് സ്ട്രെങ്തൻ CAF ബേസ്ഡ് കൊളാബറേഷൻ അണ്ടർ കൺവെൻഷൻ ഓൺ മൈഗ്രേറ്ററി സ്പീഷീസ്. കമ്മ്യൂണിറ്റി സ്റ്റീവാർഡ്ഷിപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ് എംപവർ ലോക്കൽ ഗ്രൂപ്പ്സ് ഓഫ് വിമൻ ആൻഡ് യൂത്ത് ആസ് എ ഫ്രണ്ട് ലൈൻ ആക്ടേഴ്സ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇതാണ് വേ ഫോർവേഡ് ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്.
സിഗ്നിഫിക്കൻസ് ഫോർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൊട്ടക്ടിങ് വൾച്ചേഴ്സ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് കമ്പയർഡ് ടു പാൻഡമിക് റെസ്പോൺസ് കോസ്റ്റ്. പാൻഡമിക് വരുന്നതിനെക്കാട്ടിലും എന്താണ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് വൾച്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പറയുന്നത്. അലയൻസ് വിത്ത് WHO SCRO സ്ട്രാറ്റജിക് റോഡ് മാപ്പ് ഫോർ ഹെൽത്ത് സെക്യൂരിറ്റി 23-27 ക്യാൻ മേക്ക് ഇന്ത്യ എ ഗ്ലോബൽ ലീഡർ ഇൻ ബയോഡൈവേഴ്സിറ്റി ലിങ്ക്ഡ് ഹെൽത്ത് സെക്യൂരിറ്റി. ഇതൊക്കെയാണ് ഇന്ത്യയുടെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്. ഈ ന്യൂസിന്റെ UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3-ലും 2-ലും ആണ് വരുന്നത്. അപ്പൊ ഈ പോർഷൻസ് ഒക്കെ നോക്കുക. ഓക്കെ, ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഗവൺമെന്റ് കണ്ടംപ്ലേറ്റ്സ് റൈസിംഗ് സിവിൽ ബോർഡർ ഗാർഡ്സ് അലോങ് ചൈന ബോർഡർ. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ ബോർഡർ വിങ് ഹോം ഗാർഡ്സ് എന്ന് പറയുന്നത് ഈ ഹോം ഗാർഡ്സിനെ എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡേഴ്സിലാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി എന്താണ് ഇന്ത്യ ചൈന ബോർഡറിലേക്ക് ഡിപ്ലോയ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം എന്താണ് 2020 നടന്ന എന്താണ് ഗാൽവാൻ ക്ലാഷ്, നിലവിൽ ഇന്ത്യ ചൈന ബോർഡറിൽ നടക്കുന്ന ഇഷ്യൂസ് ഒക്കെ കൊണ്ടിട്ടാണ് ഈ ഹോം ഗാർഡ്സിനെ ഇന്ത്യ ചൈന ബോർഡറിലും ഡിപ്ലോയ് ചെയ്യണമെന്നുള്ളത് വന്നിരിക്കുന്നത്. ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ബോർഡർ വിങ് ഹോം ഗാർഡ്സ് എന്ന് വെച്ചാൽ ഇതൊരു വോളണ്ടറി ഫോഴ്സ് ആണ്. അതായത് ആ ഒരു പ്രദേശത്തുള്ള സിവിലിയൻസിന് വോളണ്ടറി ആയിട്ട് വന്നിട്ട് ഇതിൽ ചേരാൻ പറ്റും, ഈ ഫോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്? ഓക്സിലറി ടു ബോർഡർ ഗാർഡിംഗ് ഫോഴ്സ് ആൻഡ് ഇന്ത്യൻ ആർമി എമർജൻസി ടൈമുകളിൽ. അതുപോലെ ഓതറൈസ്ഡ് ഇൻ 7 സ്റ്റേറ്റ്. ഏതൊക്കെയാണ്? മേഘാലയ, ത്രിപുര, ആസാം, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. കറന്റ്ലി ഓപ്പറേഷണൽ ഓൺലി ഇൻ രാജസ്ഥാൻ വിത്ത് അബൌട്ട് 2279 പേഴ്സണൽ ആണ് ഉള്ളത്. കോസ്റ്റ് ഷെയറിംഗ് അറേഞ്ച്മെന്റ് നോക്കുവാണെങ്കിൽ എന്താണ് 25% ബോൺ ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ട്രെയിനിങ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഡെയിലി പേ ഈസ് കമ്പയറബിൾ ടു ദാറ്റ് ഓഫ് കോൺസ്റ്റബിൾസ്. അതായത് എന്താണ് ഏകദേശം 800 to 900 ആണ് പെർ ഡേ വരുന്നത്. സിഗ്നിഫിക്കൻസ് എന്താന്ന് നോക്കിയാല് അതായത് നിലവിൽ എന്താണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP അതുപോലെ ഇന്ത്യൻ ആർമി ഒക്കെ എന്താണ് അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഒരു സപ്പോർട്ട് എന്ന രീതിക്കാണ് ഈ ഹോം ഗാർഡ്സിനെ അങ്ങോട്ടേക്ക് ഡിപ്ലോയ് ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ ക്യാൻ ഹെൽപ്പ് ഇൻ augmenting presence and visibility in remote border areas, collecting and disseminating local intelligence among border populations, fostering civil security force coordination during emergency or conflicts. Okay, അതിലൊരു സ്ട്രാറ്റജിക് കോണ്ടെക്സ്റ്റ് ഒരു ഈസ്റ്റേൺ ലഡാക്ക് സ്റ്റാൻഡ് ഓഫിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ജൂൺ 2020 ഗാൽവാൻ ക്ലാഷ് മുതലുള്ള ഏകദേശം 50,000 ആർമി ആൻഡ് ITBP പേഴ്സണൽസ് ആണ് എന്താണ് അവിടെ ഈസ്റ്റേൺ ലഡാക്കിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്, നിലവിൽ നിലനിൽക്കുന്നത്, റിമെയിൻ ചെയ്തിട്ടുള്ളത്. UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3-ലും 2-ലും ആണ് വരുന്നത്. GS പേപ്പർ 3-ൽ എന്താണ് ഇന്റേണൽ സെക്യൂരിറ്റി ഭാഗത്താണ് വരുന്നത്. GS പേപ്പർ 2 ആണെങ്കിൽ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഡീറ്റെയിൽ ആണ് വരുന്നത്. അപ്പൊ ഈ പോർഷൻസ് ഒക്കെ നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. വർക്കിംഗ് ഇൻ ബ്ലെൻഡ് ഓഫ് ഐസോബ്യൂട്ടനോൾ വിത്ത് ഡീസൽ ആഫ്റ്റർ എത്തനോൾ ബ്ലെൻഡിങ് ഫെയിൽഡ്. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാല് നമ്മുടെ ഐസോബ്യൂട്ടനോൾ ഡീസലായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. ഓട്ടോമേറ്റീവ് ആൻഡ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാണ്. അതായത് ഐസോബ്യൂട്ടനോളും ഡീസലും ബ്ലെൻഡ് ചെയ്യുന്നതിന്റെ ഫീസിബിലിറ്റി ആണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ എത്തനോളും പെട്രോളും തമ്മിൽ 20% ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്, അത് സക്സസ് ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഡീസലാണ് അഗ്രികൾച്ചറിനൊക്കെ കൂടുതലായിട്ട് ആവശ്യമുള്ളത്. അതുകൊണ്ട് എത്തനോളും ഡീസലും തമ്മിൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അത് സക്സസ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഡീസലും ഐസോബ്യൂട്ടനോളും തമ്മിലുള്ള ബ്ലെൻഡ് ചെയ്യാനും അതിന്റെ ഫീസിബിലിറ്റി ഒക്കെ ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഇതെന്താണ് ബോർഡർ ഗോൾ ഓഫ് പ്രൊമോട്ടിംഗ് ആൾട്ടർനേറ്റീവ് ബയോഫ്യൂവൽസ് ടു റെഡ്യൂസ് ഫോസിൽ ഫ്യൂവൽ ഡിപ്പെൻഡൻസി, കട്ട് എമിഷൻസ് ആൻഡ് എൻഹാൻസ് ഫാർമർ ഇൻകം. ഓക്കെ, ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഐസോബ്യൂട്ടനോൾ? ആൽക്കഹോളിക് കോമ്പൗണ്ട് ആണ്. ഫ്ലേമബിൾ പ്രോപ്പർട്ടി ഉൾപ്പെടുന്ന ആൽക്കഹോളിക് കോമ്പൗണ്ട് ആണ്. ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ബയോമാസ് സോഴ്സ് ലൈക്ക് കോണ്, ഷുഗർ കെയിൻ, അഗ്രികൾച്ചർ റെസിഡ്യൂസ് ഒക്കെ വെച്ചിട്ടാണ്. പ്രൊപ്പോസ്ഡ് യൂസ് 10% ബ്ലെൻഡിങ് വിത്ത് ഡീസൽ, സ്റ്റാൻഡ് അലോൺ ഫ്യൂവൽ പൊട്ടൻഷ്യൽ, ഫ്ലെക്സ് ഫ്യൂവൽ യൂസ് വിത്ത് CNG, എസ്പെഷ്യലി ഫോർ ട്രാക്ടേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ മെഷീനറീസ്. സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എനർജി ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് റെഡ്യൂസ് റിലയൻസ് ഓൺ ഇമ്പോർട്ടഡ് ക്രൂഡ് ഓയിൽ ആൻഡ് ഡീസൽ. ക്ലീനർ ഫ്യൂവൽ, അതായത് പൊട്ടൻഷ്യൽ ടു റെഡ്യൂസ് കാർബൺ എമിഷൻ ആൻഡ് എയർ പൊല്യൂട്ടൻസ്. ഓക്കെ, അഗ്രികൾച്ചർ ഇൻകം ബൂസ്റ്റ് കൂടിയാണ് ഈ എത്തനോൾ പ്രൊഡക്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ. ബയോഫ്യൂൽ എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് അർജിംഗ് പ്രൊഡ്യൂസർ ടു ടാപ്പ് ഗ്ലോബൽ മാർക്കറ്റ് ഫോർ എത്തനോൾ ആൻഡ് ബയോഫ്യൂൽസ്. റിലേറ്റഡ് ഷുഗർ ഇൻഡസ്ട്രി കൺസേൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രൊജക്ട് 349 lakh tons ഓഫ് ഷുഗർ ഔട്ട്പുട്ട് ഇൻ 2025 to 26.
ഓക്കെ, അതുപോലെ എന്താണ് എയ്ഡഡ് ബൈ ഗുഡ് മൺസൂൺ ഇൻ മഹാരാഷ്ട്ര ആൻഡ് കർണാടക. ISMA റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് എന്താണ്? റിക്വസ്റ്റഡ് എന്താണ്? ഹൈ ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്, റിവൈസ്ഡ് മിനിമം സപ്പോർട്ട് പ്രൈസ്, ലാർജ് ഷുഗർ എക്സ്പോർട്ട് കോട്ട. ഈ ന്യൂസിന്റെ UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3 അതായത് എനർജി, അഗ്രികൾച്ചർ, എൻവയോൺമെന്റ്, എക്കോണമി ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഈ ന്യൂസ് എല്ലാം ക്ലിയർ ആയിട്ട് വായിക്കാം. ഓക്കെ, താങ്ക് യു.